ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിയോളജിക്കൽ ടോക്ക് സീരീസായ ബേസ് ഹൈമാനൂസയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ധാർമ്മിക ലോകത്ത് ഉയർന്നു കേൾക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് സ്വയംഭോഗം അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ചിലർ ഇത് തെറ്റാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലർ ഇത് ശരിയാണ്, ഇത് ചെയ്യുന്നത് ശരിയാണ് എന്ന് പഠിപ്പിക്കുന്നു. തിരുസഭ നമ്മെ സ്വയംഭോഗത്തെപ്പറ്റി എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2352 ഖണ്ഡിക പ്രകാരവും സഭയുടെ ധാർമ്മിക ദൈവശാസ്ത്ര പ്രകാരവും പോണോഗ്രഫി അല്ലെങ്കിൽ അശ്ലീല സാഹിത്യം, അഡൾട്ടറി, വ്യഭിചാരം എന്നീ പാപങ്ങൾക്കൊപ്പം തന്നെ ഗുരുതരമായ പാപമാണ് മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗം എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് ഇത് പാപമാകുന്നു? ലൈംഗികത എന്നാൽ ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും ഉദാത്തമായ ദാനങ്ങളിൽ ഒന്നാണ്. അത് മനുഷ്യനെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരനാക്കുന്നു. ലൈംഗിക ഉത്തേജനത്തിനായി, ലൈംഗിക സംതൃപ്തിക്കായി സ്വന്തം ലൈംഗിക അവയവത്തെ സ്വയം ഉത്തേജിപ്പിക്കുന്നതിനെയാണ് സ്വയംഭോഗം എന്ന് പറയുന്നത്. ലൈംഗികതയ്ക്ക് പ്രധാനമായും 2 ലക്ഷ്യങ്ങളാണുള്ളത്. 1 സ്നേഹദായകം, 2 ജീവദായകം. സ്നേഹദായകം എന്നാൽ 2 വ്യക്തികൾ പരസ്പരം സ്നേഹത്തിൽ ഒന്നാകുന്നതിനെയാണ് സ്നേഹദായകം എന്ന് പറയുന്നത്. ജീവദായകം എന്നാൽ പരസ്പരം ഒന്നായി തീർന്ന വ്യക്തികൾ പുതുതലമുറയ്ക്ക് ജന്മം നൽകുന്നതിനെയാണ് ജീവദായകം എന്ന് പറയുന്നത്. ഇവിടെ സ്വയംഭോഗത്തിൽ ഈ 2 ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നില്ല. ഒരു വ്യക്തി സ്വയംഭോഗം ചെയ്യുന്നതിലൂടെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി തൻ്റെ ശരീരത്തെ വസ്തുവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം ദാനമായി നൽകിയ ലൈംഗികതയെ ദൈവഹിതത്തിന് എതിരായി ഉപയോഗിക്കുകയാണ് സ്വയംഭോഗത്തിലൂടെ നാം ചെയ്യുന്നത്. വിശുദ്ധ തോമസ് അക്വീനാസ് തൻ്റെ ഗ്രന്ഥമായ സുമ്മാ തിയോളജിയ എന്ന കൃതിയിൽ ലൈംഗിക പാപങ്ങളെക്കുറിച്ച് വിവരിക്കുന്നിടത്ത് പ്രകൃതി വിരുദ്ധമായ പാപമായിട്ടാണ് സ്വയംഭോഗത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യരെന്ന നിലയിൽ സ്വാഭാവികമായും നാം ഇത്തരം പ്രവൃത്തികളിൽ വീണുപോയിട്ടുണ്ടാവാം. ഇനി എപ്രകാരം പ്രായോഗികമായി നമുക്ക് ഇത്തരം തിന്മയിൽ നിന്ന് പുറത്തു വരാമെന്ന് നോക്കാം. അതിന് 3 കാര്യങ്ങളാണുള്ളത്. ഒന്നാമതായി, കൃത്യമായ ഇടവേളകളിൽ കുമ്പസാരം നടത്തുന്നതും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതും ഇത്തരം പാപങ്ങളിൽ നിന്ന് വിമുക്തി നേടാൻ നമ്മളെ സഹായിക്കും. രണ്ടാമതായി, കൊച്ചു ഉപവാസങ്ങളും പ്രാർത്ഥനകളും നമ്മെ ഏറെ സഹായിക്കും. മൂന്നാമതായി, മനഃപൂർവ്വം ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ഇത്തരം പ്രവൃത്തികൾ ചെയ്യാതിരിക്കാൻ സഹായിക്കും. വിശുദ്ധ തോമസ് അക്വീനാസ് കൃത്യമായി പഠിപ്പിക്കുന്നു, മിതത്വം അല്ലെങ്കിൽ ആത്മനിയന്ത്രണം എന്നാൽ ഒരിക്കലും നമ്മുടെ വികാരങ്ങളെ അടിച്ചമർത്തലല്ല, മറിച്ച് അതിനെ ക്രമീകരിക്കുന്നതാണ് എന്ന്. ആയതിനാൽ ദൈവം ദാനമായി നൽകിയ ലൈംഗികതയെ ദൈവഹിതത്തിന് അനുസൃതം ഉപയോഗിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.